നമസ്കാരം, ATK ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ കൗതുകമുള്ള ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, എൻ്റെ കയ്യിൽ ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇത് നമ്മുടെ തോളൂരിൽ ഷാജു ചാക്കോ ചിറ്റിലപ്പിള്ളിയുടെ ഫാമിൽ ഉണ്ടായിട്ടുള്ളതാണ്. സ്വന്തം പുരയിടത്തിൽ വീടിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്ത് വളരെ വിജയകരമായിട്ടാണ് അദ്ദേഹം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃഷിയുടെ വിശദാംശങ്ങളിലേക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കുമാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പറപ്പൂരിനടുത്ത് തോളൂരിൽ ശാന്തിതീരം ക്രിമിറ്റോറിയം വഴിയിൽ സൺസ് ക്ലബിന് സമീപമാണ് ഡ്രാഗൺ ഫ്രൂട്ട് മികച്ച രീതിയിൽ വിളയുന്ന ഷാജു ചാക്കോ ചിറ്റിലപ്പിള്ളിയുടെ ചിറ്റിലപ്പിള്ളി ഗാർഡൻസ് ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് എങ്ങനെ തിരിഞ്ഞത്? അത് ഞാൻ ഈ കോവിഡ് സമയത്ത് നമ്മുടെ അപ്പച്ചൻ മരിച്ചു. അപ്പച്ചൻ മരിച്ചപ്പോൾ അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ അമ്മച്ചിക്കൊരു ആഗ്രഹം, നീ അവിടെ നിൽക്കുന്നതിൽ നല്ലത് നാട്ടിൽ വന്ന് നിൽക്ക്, അപ്പൊ ഇവിടെ എന്തെങ്കിലും നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവരുന്ന ഒരു ചേട്ടനുണ്ട് നമ്മുടെ പരിചയമുള്ള ഡേവിഡ് ജോസഫ് എന്ന് പറഞ്ഞത്. അപ്പൊ ആളൊരു തോട്ടം ഉണ്ട്, 5 ഏക്കർ തോട്ടം, മഹാരാഷ്ട്രയില് ബദലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അയാളുടെ ഐഡിയ ഞാൻ ചോദിച്ചു, ആളോട് ചോദിച്ചു, ഡേവിഡ് ചേട്ടാ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനിപ്പോ എന്താ, അത് അവിടെയൊക്കെ ധൈര്യമായിട്ടുണ്ടാവും. അവിടെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള വെളിച്ചം, ഓപ്പൺ ആയിട്ടുള്ള ഏരിയയും മണ്ണ്, വെള്ളം, ഈ വാർച്ചയുള്ള സ്ഥലം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആള് എന്നെ കൂട്ടി അയാളുടെ ഫാമിലിക്ക് കൊണ്ടുപോയി. അങ്ങനെ തണ്ട് ഇങ്ങനെ മുറിച്ച് എനിക്ക് തന്നു. എന്നിട്ട് ആ 2 ബാഗിലാക്കി ഞാൻ ബോംബെന്ന് വണ്ടി കയറി ഇവിടെ വന്നു. ട്രെയിനിൽ കൊണ്ടുവന്നു. ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് ഞാനിത് ഇവിടെ ഒരു സ്ഥലം ഉണ്ടാക്കി, ഈ തണ്ടുകൾ കുത്തി ഇങ്ങനെ വെച്ചു. എന്നിട്ട് അത് മുളച്ചതിന് ശേഷം ഇങ്ങനെ ടോട്ടല് ഏരിയ വൃത്തിയാക്കി, കുമ്മായ എല്ലാം നന്നായി വെതറി, മണ്ണിന്റെ pH നമ്മൾ ക്ലിയർ ആക്കണല്ലോ, അതൊക്കെ ഒരുക്കി ഞാൻ ഈ കാലുകൾ മേടിച്ചു കൊണ്ടുവന്നു. ഞാൻ സിമ്പിൾ ആയിട്ട് മെത്തേഡിലാണ് ചെയ്താണ്, കാരണം കോൺക്രീറ്റ് കാലാവുമ്പോ 10,000 രൂപ വരും. അപ്പൊ ഞാൻ അതിന്റെ ആസ്പെറ്റോസ് പൈപ്പ് നമ്മുടെ അടുത്ത് പറപ്പൂര് ഏലവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് 6 അടിയുടെ കാലാണ് കൊണ്ടുവന്നത്. 1 അടി അടിയിൽ നട്ടു, 5 അടി മുകളിലേക്ക് വെച്ചു. എന്നിട്ട് ഞാനത് നമ്മുടെ ഒരു ഡ്രസ് വർക്ക് ചെയ്യുന്ന ഒരു നമ്മുടെ വെൽഡിങ് ചെയ്യുന്ന വർക്കുകൾ ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്. ആളെ വിളിച്ചു കൊണ്ടു, എനിക്ക് ഹോൾ അടിച്ചു തരണം, 2 സൈഡിലേക്ക് ടയർ വെക്കണമെങ്കിൽ ക്രോസ് ആയിട്ട് 2 ഹോൾ ഇങ്ങനെ വെക്കണം, എന്നിട്ട് 12 mm കമ്പി കിടക്കാവുന്ന രീതിയിൽ. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ച്, എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് നിറച്ച് പിന്നെ ഒരു കാലിന്മ 4 തൈ വെച്ചിട്ട് നട്ടു. അതായത് ആദ്യം ഞാൻ അടിവളമായിട്ടിട്ടത് ചാണാപ്പൊടി, വേപ്പും പിണ്ണാക്കും, എല്ലിപ്പൊടി മിക്സ് ചെയ്തിട്ട് അടിവളം ഇട്ടിട്ട് വെച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഈ തണ്ട് പൂവുമ്പോ ഉണ്ടല്ലോ, സൈഡിൽ നിന്ന് ഇങ്ങനെ പൊടിക്കുന്ന തണ്ടുണ്ടല്ലോ, എക്സ്ട്രാ തണ്ട് വരുന്നത് നമ്മൾ ഈ മോള് വരെ സിംഗിൾ തണ്ടായിട്ട് പോകണം. അപ്പൊ എന്നാലാണ് അതിന്റെ ആ തണ്ടിന് നല്ല ആരോഗ്യമുള്ള ഒരു തണ്ട് മുകളിലേക്ക് വരിക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തണ്ടിന്റെ ഈ അറ്റഭാഗം ഉണ്ടല്ലോ, പുതിയ തണ്ട് വരുന്നതിന്റെ അറ്റഭാഗത്ത് ചെറിയൊരു മതിരിപ്പ് ഉണ്ടാവും. അപ്പൊ അതിൽ ഒച്ച് ഇങ്ങനെ പുഴുക്കള് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ച് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ഒച്ചിന്റെ ഇതൊക്കെ കൊണ്ടുവന്ന് ഇട്ട്, അതുപോലെ തന്നെ ഈ പുഴു വരാതിരിക്കാനുള്ള സ്പ്രേ ഒക്കെ ചെയ്ത് അങ്ങനെ ഇത് എത്തിക്കഴിഞ്ഞ പിന്നെ അത് മൾട്ടി ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ വരണം. ആ ഒരു തണ്ടിൽ തന്നെ വരും. ഇതിപ്പോ ഒരു കാലം ഞാൻ 4 തെയ്യ വെച്ചാണ്, 4 സൈഡിലേക്ക് ഓരോ തെയ്യ വെച്ചാണ്. അപ്പൊ ഇത് ഇങ്ങനെ മറഞ്ഞ് കിടക്കണം, അല്ലാണ്ട് നീണ്ട് കുറെ പോയിട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ മറിഞ്ഞു കിടക്കുമ്പോ നന്നായി പഴങ്ങൾ ഉണ്ടാവും. എനിക്ക് 8-9 മാസമായപ്പോ ഉണ്ടാവാൻ തുടങ്ങി. അതായത് 2021 ഫെബ്രുവരിയില് കൊണ്ടുവന്നു, അതൊരു ജൂണോട് കൂടി വെച്ചു. ഏപ്രിൽ മുതല് ഫ്ലവറിങ് തുടങ്ങി. ഇപ്പൊ ഇത് 4ാമത്തെ വർഷം. ആദ്യത്തെ വർഷം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഒരാഴ്ചയായിട്ട് 400-500 കിലോ പഴപ്പ് കൊടുത്തു. അപ്പൊ ഞാൻ മാക്സിമം എല്ലാം പൊട്ടിച്ചു, കാരണം അത് പഴുപ്പ് കൂടി കഴിഞ്ഞാൽ അത് വിണ്ടു പോകും. ഞാൻ ശരിക്കും വരാൻ വൈകി പോയി. കൂടുതൽ പഴുത്ത്, അല്ലെങ്കിൽ ഒരു 4 ദിവസം മുമ്പ് വരികയാണെങ്കിൽ മൊത്തം പഴം നിറച്ചാ നിന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനത് പൊട്ടിച്ചു വെക്കുന്നു. പിന്നെ ഈ മഴയൊക്കെ ആയി കാരണം നമുക്ക് പേടിയാ, അപ്പൊ അത് കേടുവരികയല്ല. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതില് പന്നി ഇങ്ങനെയുള്ള വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുവരെ കിളി കൊത്തുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും വവ്വാല് കൊത്തുകയെ അങ്ങനെ
ഇതിന്റെ ഉള്ളിൽ പന്നി ആക്രമണം ഉണ്ടാവേ ഒരു ജീവികളുടെ ആക്രമണം പൊതുവെ ഇവിടെ കൃഷിക്കൊക്കെ മറ്റു സ്ഥലത്തൊക്കെ മറ്റു സ്ഥലത്തല്ല, ഈ പറമ്പിന്റെ മറ്റു സ്ഥലങ്ങളിലൊക്കെ വാഴയും തെങ്ങും തൈയൊക്കെ വലിച്ച് കേടുവരുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത് സേഫ് സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഏരിയയിൽ എത്ര തെങ്ങ് വെക്കാൻ പറ്റും, ആ തെങ്ങിന്റെ ഒരു കൊല്ലത്തിൽ കിട്ടുന്ന വരുമാനം നോക്കുമ്പോൾ എനിക്ക് 10 മടങ്ങ് എനിക്കിത് സക്സസ്ഫുൾ ആണ്. അപ്പൊ അതുപോലെ ചെലവും കുറവാണ് അല്ലേ? വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് ഒരു കാല് ശരിക്കും നമ്മൾ കോൺക്രീറ്റ് വെക്കുമ്പോൾ ഒരു 1000 ഉറുപ്യ മുകളിൽ വരും, 1200 ഉറുപ്യ വരും എല്ലാം കൂടിയിട്ടാവുമ്പോ. അപ്പൊ തൈ മേടിക്കുകയാണെങ്കിൽ അതിന്റെ വേറെ ഇത് വരും. അപ്പൊ എനിക്ക് തൈ മേടിക്കേണ്ട ഒന്നില്ല. അപ്പൊ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഫസ്റ്റ് കൊല്ലം. പിന്നെ ഞാൻ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ഇടും. പിന്നെ കോഴിക്കാട്ടം നല്ലത് കിട്ടുകയാണെങ്കിൽ അതിടും. കോഴിക്കാട്ടാണ് അതിന്റെ മഴ പെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല വളം. അപ്പൊ പിന്നെ ഞാന് ചാണം, മൂത്രം, കപ്പലിന്റെ പിണ്ണാക്ക്, ഇങ്ങനെ പച്ചിലകളില്ലേ, ഒടിക്കുമ്പോ പശ വരാത്ത തരം ഇലകള്, അതായത് ശീമക്കൊന്ന അങ്ങനെയുള്ള ഇലകൾ ഇട്ടിട്ട് ഡ്രമ്മിൽ ഇങ്ങനെ പുളിപ്പിക്കാൻ വെക്കും, മിക്സ് ചെയ്തിട്ട് ചാണകം ഇട്ടിട്ട്. പിന്നെ അതൊരു മാസം ആവുമ്പോ 1 കിലോ ശർക്കര 2 കിലോ ശർക്കര ഇട്ടിട്ട് ഒന്ന്, അതായത് സ്മെല്ല് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനായിട്ട് ശർക്കര ഇടുന്നത് നല്ലതാണ്. എന്നിട്ട് അതിനെ 10 മടങ്ങ് വെള്ളം ചേർത്ത് നമ്മൾ ഇതിന്റെ കടക്കില് ഒഴിച്ചു കൊടുക്കും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വളം. അല്ലാണ്ട് എന്താ പറയാ ഒരു കീടനാശിനി രാസവളങ്ങളോ ഒന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല. ഓരോ വർഷവും ഏപ്രിൽ മാസം മുതൽ നവംബർ മാസം വരെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സീസൺ. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ 28 മുതൽ 30 ദിവസങ്ങൾക്കുള്ളിൽ ഇവ വിളവെടുപ്പിന് പാകമാകും. ഈ പലരും എന്നോട് ചോദിക്കും, ഞാൻ ചോദിക്കും ഫ്രൂട്ട് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് അത്ര മധുരല്ല, കുട്ടികൾ കഴിക്കില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാ ഉണ്ടാക്കിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ശരിയാട്ടാ, അവിടുന്ന് മേടിച്ച ഇതായിട്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 കിലോ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ കൃഷി പോകുന്നത്. ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാ? നമ്മൾ ഇവിടെ വന്ന ആളുകൾ വാങ്ങിക്കുകയാണോ? മാർക്കറ്റിംഗ് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാത്തിലും ഇടും. അപ്പൊ നമ്മുടെ പിന്നെ നമുക്കൊരു കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ട്. ആ കോണ്ടാക്ട് ലിസ്റ്റ് ആണ് നമ്മള് മൗത്ത് ടു മൗത്ത് ഉള്ള ഒരു മാർക്കറ്റിംഗ് ആണ് എനിക്ക് കൂടുതലായിട്ട് താല്പര്യം. അപ്പൊ ഞാനത് ആൾക്കാരെല്ലാം കോണ്ടാക്ട് ചെയ്യും. അപ്പൊ പഴം ഉണ്ടല്ലോ, അപ്പൊ അവര് ഇങ്ങനെ ഓർഡർ തരും, അത് ഞാൻ എഴുതി വെക്കും. പിന്നെ കടകള്, പറപ്പൂര് കടകള് കൊടുക്കും. പിന്നെ ഈ പ്രാവശ്യം ഒരുപാട് പഴം ഒന്നിച്ചിപ്പോ വന്നപ്പോ ഞാനൊരു ഹോൾസെയിലറെ കണ്ട് അയാള് ഒരു 150 കിലോ ഒന്നിച്ച് കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ മാർക്കറ്റിങ്ങിനൊന്നും എനിക്ക് പേടിയില്ല. കാരണം നമ്മള് എങ്ങനെ സംസാരിക്കുന്നു, ആൾക്കാരുടെ ഒപ്പം റിലേഷൻ വെക്കുന്നു, അതനുസരിച്ച് നമ്മുടെ സാധനം ചെലവാകും. പിന്നെ ഇതിന്റെ തൈകള് ആരെങ്കിലും ചോദിക്കാറുണ്ടോ, അല്ലെങ്കിൽ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ? പൈസക്കും കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോ 2 കാലിന് 5 കാലിന് 10 കാലിനൊക്കെ പറയുമ്പോ ഞാൻ നമ്മുടെ ആ റിലേഷൻ അനുസരിച്ച് നമ്മൾ ഫ്രീയിൽ കൊടുക്കും. പക്ഷെ ആ ഫ്രീയിൽ കൊടുത്തവരുടെ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞോണം ഉണ്ടാക്കിയ വീടുകളിലൊക്കെ ഇന്ന് പഴം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ കൊടുക്കുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് അവര് ചെയ്യുമ്പോൾ ആ സക്സസ് ആകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വലിയൊരു സന്തോഷമാണ്. ഇതിൻ്റെ ഒപ്പം നമ്മുടെ ആൾക്കാരായിട്ടുള്ള റിലേഷൻഷിപ്പും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സർവീസും എല്ലാം കൂടി നോക്കുമ്പോൾ എനിക്ക് വളരെ സക്സസ് ആയിട്ടാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തോന്നുന്നത്. ഇത് നമുക്ക് ഇനി ടെറസിന്റെ മുകളിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റുമോ? ടെറസിന്റെ മുകളിൽ വെക്കാം. അതായത് വലിയ ഡ്രമ്മുകളിൽ എപ്പോഴും കാല് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കണം. കാരണം 10-20 വർഷം 15 മുതൽ 20 വർഷം ഇതിന്റെ ലൈഫ് ഉണ്ട്. അപ്പൊ അത്ര കാലം നമ്മൾ നിൽക്കണം. അതിനനുസരിച്ച് കാല് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഡ്രമ്മിൽ വെക്കുമ്പോ ഞാനിപ്പോ 4 തണ്ട് നട്ടോടത്ത് 1-2 തണ്ട് നട്ട് അത് സുഖമായിട്ടുണ്ടാവും. ടെറസിന്റെ മുകളിൽ നല്ല വെയിലും ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഡ്രമ്മിലാവുമ്പോ ഇടുന്ന വളം മുഴുവൻ അതിന് കിട്ടും, മണ്ണിലേക്ക് മിക്സ് ആവില്ലല്ലോ. അപ്പൊ അത് നല്ല തന്നെയാ, അത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാ. അതുപോലെ തന്നെ ഈ മതിലുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് മറഞ്ഞു കിടക്കണം. അതായത് തണ്ട് ഒടിയാണ്ട് മറഞ്ഞു ഇട്ട് കഴിഞ്ഞാൽ അത് ഷുവറായിട്ട് അവിടെ സക്സസ് ആവും. നമ്മുടെ കൃഷി വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ കൃഷിഭവനിൽ നിന്നൊക്കെയുള്ള ഒരു പിന്തുണയും സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അതായത് ഞാനിത് നട്ട് ആദ്യത്തെ കൊല്ലം തന്നെ എനിക്ക് സമ്മിശ്ര കർഷകന്റെ അവാർഡ് കിട്ടി. കാരണം വെച്ചാൽ ഞാൻ കുരുമുളക് ചെയ്യുന്നുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, വാഴയുണ്ട്, പിന്നെ കോഴീനെ വളർത്തുന്നുണ്ട്.
കോഴി ഉണ്ട്, പിന്നെ ഒരു പശു ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി അവർ നോക്കിയപ്പോൾ എന്നെ ഈ തോളൂര് കൃഷിഭവൻ്റെ ഫസ്റ്റ് ഇയർ തന്നെ, നെക്സ്റ്റ് ഇയർ തന്നെ എനിക്ക് ഈ ഇങ്ങനൊരു സമ്മിശ്ര കർഷകൻ്റെ അവാർഡ് എനിക്ക് കിട്ടി. അതിൽ ആത്മ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് കൃഷിയുടെ ഹോർട്ടിക്കൾച്ചറിന്റെ. അതിൽ നിന്ന് എനിക്ക് 30,000 രൂപയോളം അതിന്റെ സബ്സിഡി ഇതും കിട്ടിയായിരുന്നു ആദ്യത്തെ കൊല്ലം. പിന്നെ 2-3 കൊല്ലം ഈ കുറച്ച് പൈസ അവര് തരുമായിരുന്നു. അപ്പൊ അത് നിർത്തി. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ച് കൃഷിഭവനും എല്ലാം എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ അവരുടെ ആഴ്ചച്ചന്തകൾ നടത്തുന്നുണ്ട്. ആഴ്ചച്ചന്തയിൽ ഞാൻ അത് കൊണ്ടുപോകും. അവര് പറയും ആദ്യം ഇത്രയൊക്കെ ചെലവാകുമോ, നിങ്ങൾ വെച്ച ധൈര്യമായിട്ട് വെച്ച, ഞാനല്ല തന്നെന്ന് പറഞ്ഞ് ഈ സാധനം എത്ര കൊണ്ടുപോയിക്കണോ അത്ര ചെലവായി പോകുന്നുണ്ട്. അപ്പൊ കൃഷിഭവനും എല്ലാം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നല്ല സഹകരണമാണ് എന്നോടുള്ളത്. അതായത് എൻ്റെ അപ്പൻ ഒരു കൃഷിക്കാരനായിരുന്നു. ആ അപ്പൻ്റെ ആ ഒരു പാത ഞാൻ പിന്തുടർന്നുകൊണ്ട് നമ്മള് മണ്ണിൽ പണിയെടുക്കാനായിട്ട് സ്വയം പണിയെടുത്തിട്ട് പണിക്കാരെ വെച്ചിട്ടല്ല ഇത് പണിയുന്നത്. ഞാൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ പറമ്പില് ഇത്രയും സ്ഥലങ്ങളിൽ എല്ലാം ഞാൻ തന്നെ സ്വയമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷാജുവേട്ടന്റെ ഈ ഒരു ഫാമിൽ നിന്ന് ഇപ്പൊ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ വായിൽ വെള്ളം ഓടുന്നുണ്ട്. നമ്മൾ മുൻപ് കഴിച്ചിട്ടുള്ളത് പറഞ്ഞ പോലെ ചിലതൊക്കെ ഒരു വികാരമില്ലാത്ത, അല്ലെ, ഒരു ടേസ്റ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. എനിക്കിപ്പോ തന്നെ വായിൽ വെള്ളം ഓടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിന് വേറൊരു സ്നേഹത്തിന്റെ ഒരു രുചിയും കൂടി ഉണ്ട് കേട്ടോ, അല്ലെ. ശരിക്കും ഇപ്പം ഷാജുവേട്ടന്റെ പപ്പ അപ്പച്ചൻ ചാക്കോ ചേട്ടൻ മരിച്ചതിന് ശേഷം അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബോംബെയിൽ ജോലി ഉണ്ടായിരുന്ന ഷാജുവേട്ടൻ. ഫാമിലി ബോംബെയിലാണ്, പക്ഷെ അമ്മയെ നോക്കാൻ വേണ്ടി ആ ഒരു സ്നേഹത്തിന്റെ ഒരു സാന്നിധ്യം കൂടിയാണ് ഷാജുവേട്ടൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു കൃഷി ചെയ്തത്. അപ്പൊ ആ ഒരു കൃഷിയിലൂടെ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടിന്, ഒരു ഫലത്തിന് തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിന്റെ മാധുര്യം കൂടി ഉണ്ടാവും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ കഴിച്ചിരുന്നേക്കാൾ ഒരു പൊടി മധുരം കൂടുതലുണ്ട്. ഡയബറ്റീസുകാർക്കൊക്കെ വളരെ വളരെ അതെ. ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള, തീർച്ചയായിട്ടും വൈറ്റമിൻ സി, ക്യാൻസറിന് ഇത് വളരെയധികം നല്ലതാ. ശരിക്കും അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായത് കഴിക്കുന്ന അതേ ഒരു ഫീലോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതുവരെ ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആളുകൾ പോലും നിങ്ങൾ ഇവിടെ നിന്ന് ഷാജുവേട്ടന്റെ ഫാമിലെ ഫ്രൂട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് മുഴുവൻ വാങ്ങി കഴിക്കുന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ അനുഭവമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഷാജു ചാക്കോയുടെ ഭാര്യ ജെസ്സിയും മക്കളായ ചാക്കോ, പോൾ എന്നിവരും ബോംബെയിലാണ് താമസം. എങ്കിലും ഷാജുവിന് വ്യത്യസ്തമായ കാർഷിക പരീക്ഷണങ്ങൾക്ക് അവർ പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. അപ്പോൾ ഇനി കൃഷിയിൽ പരാജയപ്പെട്ടു പോയി, അല്ലെങ്കിൽ കൃഷിയിൽ മനസ്സുകൊടുത്തു എന്നൊക്കെ പറയുന്നവർക്ക് മുന്നിൽ വലിയൊരു വിജയകരമായ മാതൃക തന്നെയാണ് തോളൂരിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഷാജു ചേട്ടൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ വിജയകരമായ കർഷകരുടെ അനുഭവങ്ങളും ഇത്തരത്തിലുള്ള വിജയകരമായ കാർഷിക സാധ്യതകളുമൊക്കെ ATK ന്യൂസിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഒരുപാട് സ്നേഹത്തോടെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടുതൽ പേർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഷാജുവേട്ടനും ഒരുപാട് താങ്ക്സ്. ഒത്തിരി സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. താങ്ക് യു.